ഹായ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കൂട്ടാണ്. അതിനായിട്ട് ഞാൻ ഈ മീനിൻ്റെ പേരാണ് കാരലെന്ന് പറയും. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ കാരൽ മീൻ, ഒരു അരമുറി തേങ്ങ, കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളി, ഒരു പീസ് ഇഞ്ചി, 4-5 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയണ്ട, ചതച്ചെടുക്കാം. അരച്ച അരപ്പ് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ ഈ മീൻ ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇതുപോലെ ഇനി അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഈ മീൻ കറി വയ്ക്കുന്നത്. ഇതിലേക്ക് ഒരു ചട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കണലിൽ നന്നായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇതിന് ഈ കണൽ തീ കത്തി ഇതങ്ങ് അണഞ്ഞ് കഴിഞ്ഞ് കുറച്ചും കൂടെ ചൂടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാരൽ പറ്റിച്ചത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ തീ എല്ലാം നല്ല ചാമ്പലായി മാറിയിട്ടുണ്ട്. അല്പം തീ കൂടിയേ ഇതിലുള്ളൂ, എന്നാലും നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മളെ കാരൽ നല്ല ശരിക്കും നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി അതിലിട്ടിടാം. ഇത് നമുക്കിനി ചോറ് എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് ഞാൻ കാണിക്കാം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അവിയൽ, മുരിങ്ങയില തോരൻ, അടിപൊളി കാരൽ പറ്റിച്ചത്, അതായത് മേൽമൂടിയിട്ട് വേവിച്ചെടുത്ത കാരൽ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുതന്നെ നമ്മൾ കാരൽ പൊരിച്ചതുകൂടെ എടുക്കാം. നാരങ്ങ അച്ചാർ കൂടി. നമ്മൾ ഇന്നത്തെ ഊണ് അടിപൊളിയാണ്. നമ്മുടെ ഈ കാരൽ മീനെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. അടിപൊളി സാധനമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇങ്ങനെ ഈ മേൽമൂടി വെച്ചിട്ട് ഇങ്ങനെ പണ്ടത്തെ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഈ മത്തി വെച്ചോ പിന്നെ അയില മീൻ വെച്ച് ഒക്കെ കൊഴിയാള മീൻ വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി കൊടുക്കണേ. ഓക്കെ, ബൈ ബൈ.